മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ഇനി സവാള അരമണിക്കൂർ വഴറ്റി ഗ്യാസും സമയവും ഒന്നും കളയണ്ട. ഒറ്റ ഒരു വിസിൽ മതി. സമയം ലാഭം, ഗ്യാസും ലാഭം, രുചിയും ഇരട്ടിയാകും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് അവശയായിട്ട് വരുമ്പോഴായിരിക്കും ഇനി എന്താണ് കറി ഉണ്ടാക്കുന്നത് എന്ന് ചിന്തിക്കാറ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കുക്കർ ഉണ്ടെങ്കിൽ എടുത്തോ, പെട്ടെന്ന് നൊടിക്കുന്ന നേരം കൊണ്ട് കിടിലൻ ഒരു മുട്ടക്കറി തയ്യാറാക്കാം. അപ്പോൾ എല്ലാവർക്കും നിഷാസ് മാജിക് കിച്ചണിലേക്ക് സ്വാഗതം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. മുട്ടക്കറിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 2 സവാള, 1 തക്കാളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില. എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. കൂടുതലായിട്ട് ഒന്നും തന്നെ നമ്മൾ ഈ മുട്ടക്കറിയിലേക്ക് ചേർക്കുന്നുമില്ല, നമ്മൾ എടുക്കുന്നുമില്ല. ആദ്യമായിട്ട് നമുക്ക് സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അതുപോലെ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനൊന്ന് ചതച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള അരിയുമ്പം ഒരു ടിപ്പ് പറയാം കേട്ടോ. ഇങ്ങനെ നമ്മൾ സവാള കൈ വെച്ചിട്ടൊന്ന് ഞെരടി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. അതിങ്ങനെ കട്ടിയായിട്ടിരിക്കുമ്പം പെട്ടെന്ന് വഴന്ന് കിട്ടത്തില്ല. നമുക്ക് സമയവും പോകും, എണ്ണയും പോകും, ഗ്യാസും പോകും. അപ്പം നിങ്ങളിതുപോലെ ചെറുതായിട്ട് അതൊന്ന് ഇങ്ങനെ ഒന്ന് ഞെരടി കൊടുക്കുകയാണെങ്കിൽ എളുപ്പമായിട്ടിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സവാള അരിയുമ്പം കണ്ണ് നീറുന്നവരുണ്ടായിരിക്കും അല്ലേ. അപ്പം നിങ്ങളൊരു മെഴുകുതിരി എടുത്ത് ഒന്ന് കത്തിച്ച് വയ്ക്കുക. അതല്ലെങ്കിൽ തൊട്ടടുത്തൊരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം വെച്ചിട്ട് സവാള അരിയാണെങ്കിൽ നിങ്ങളുടെ കണ്ണ് നീറത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. അതൊന്നും ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല, നമുക്ക് ഒട്ടും സമയമില്ല, വീഡിയോ ഒത്തിരി ലെങ്ത് ആയി പോകും. ഇനി അടുത്തതായിട്ട് നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു പാത്രത്തിൽ 4 മുട്ട എടുക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സാധാരണ എങ്ങനെയാണ് മുട്ട മുട്ടയിൽ ഉപ്പിട്ട് കൊടുത്തിട്ടാണ്. ഉപ്പിട്ട് കൊടുക്കുന്നത് എന്തിനാണ്? നമുക്ക് മുട്ടയുടെ തോല് പെട്ടെന്നൊന്ന് ഉരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ഇവിടെ ഞാൻ ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. എന്താണെന്നറിയോ, നമ്മൾ ഈ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാള പൊളിച്ചപ്പം അതിൻ്റെ ആ ഒരു തൊലി ഉണ്ടല്ലോ, സവാള തൊലി, അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ? മുട്ട പുഴുങ്ങുമ്പം സവാളയുടെ തൊലി ഇട്ട് കൊടുത്തിട്ട് മുട്ട പുഴുങ്ങുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് മുട്ടയുടെ തോല് ഉരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ മുട്ട അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, മുട്ട ഇങ്ങനെ തിളച്ച് വരുമ്പം ഇതുപോലെയാണ്. ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരും, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇത് ഈ വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് തണുക്കണം കേട്ടോ മുട്ടയെ. അപ്പോൾ തണുത്ത് കഴിയുമ്പം നമ്മളിതുപോലെ മുട്ടയുടെ തോല് ഞാനൊന്ന് ഉരിച്ച് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ടേ. ഇതുണ്ടോ, ഈസി ആയിട്ടിട്ട് നമുക്ക് ആ ഒരു തോല് ഉരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അല്ലേ. നോക്കിക്കേ, വെറുതെ ഉപ്പൊന്നും നമ്മൾ കളഞ്ഞില്ല. ഇത് സവാളയുടെ തോല് ഇപ്പം നമ്മൾ എന്താ പറയുക, ഡസ്റ്റ്ബിന്നിൽ കളയാൻ വേണ്ടി വെച്ചിരുന്നതാണ്. അപ്പോൾ അതും നമ്മളിവിടെ പ്രയോജനപ്പെടുത്തി. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ഇനി നെക്സ്റ്റ് ടൈം മുട്ട പുഴുങ്ങുമ്പോൾ ഒന്ന് ട്രയൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ കമൻറ്റുകളായിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനായിട്ട് മറക്കല്ലേ. അപ്പോൾ ഇതാ നമ്മുടെ മുട്ടയെല്ലാം ഇവിടെ പുഴുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുക്കർ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയാലോ. ഇന്നത്തെ നമ്മുടെ ഹീറോ ഈ കുക്കറാണ്. അപ്പോൾ ഈ കുക്കർ വെച്ചിട്ട് നമുക്ക് സമയവും ലാഭിക്കാം, ഗ്യാസും ലാഭിക്കാം. അപ്പം ഞാനത് ആ കുക്കറിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു ടിപ്പ് പറഞ്ഞുതരാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, ഗ്യാസും സമയവും ലാഭിക്കാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ വഴറ്റിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് സവാള വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാനെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. 1/4 ഗ്ലാസ് അല്ലെങ്കിൽ 1/4 ഗ്ലാസ് താഴെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതേണ്ട വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തു. അതിന് ശേഷം നമ്മൾ കുക്കർ അടച്ച് നമ്മൾ 2 വിസിൽ അടുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. 2 വിസിൽ മാത്രം മതി കേട്ടോ. അപ്പം നിങ്ങളുടെ കുക്കറിനെ അനുസരിച്ചിരിക്കും വിസിലടിക്കുന്നത്. ചില കുക്കറുകൾക്ക് 1 വിസിൽ മതിയാകും കേട്ടോ. അത് അവനവൻ്റെ കുക്കറിനെ കുറിച്ച് അവനവനല്ലേ അറിയത്തുള്ളൂ. ഇനി അടുത്തതായിട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം, 1 ഏലക്ക, അതുപോലെ ചെറിയൊരു കഷ്ണം പട്ട, ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ല മഷി പോണക്കൊന്ന് അരച്ചിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി വെള്ളം ചേർത്താൽ നമുക്ക് കറക്റ്റായിട്ട് അരിഞ്ഞ് കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ വെള്ളം കുറച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷർ മുഴുവനും പോയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതുണ്ട്, സവാളയും തക്കാളിയും എത്ര സോഫ്റ്റ് ആയിട്ടാണ് വെന്തിരിക്കുന്നത് എന്ന് നോക്കിയേ. ഇതാണ് കേട്ടോ കുക്കറിൽ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ട് നല്ല പോലെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ വഴറ്റാൻ എടുക്കുന്ന സമയം നമുക്ക് ഇങ്ങനെ ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് മസാലകൾ ഓരോന്നായിട്ട് നമുക്ക് ചേർക്കാം. 3/4 ടീസ്പൂണോളം എരിവെള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ഇതെല്ലാം കൂടി നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ.
അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വരണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലപോലെ ഇങ്ങനെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ആ മിക്സി ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കണം. നമ്മളിത് പാലപ്പത്തിനാണ് കഴിക്കുന്നത്, അപ്പോൾ കുറച്ച് ലൂസായിട്ട് വേണം, എന്നാൽ ഒരുപാട് ലൂസായിട്ടും വേണ്ട, ഒത്തിരി കട്ടിയായി പോവുകയും ചെയ്യരുത്. അപ്പോൾ ആ രീതിക്ക് നമുക്ക് നമ്മുടെ കറി ഇരിക്കണം. അപ്പോൾ ഇതുപോലെ ഞാൻ വെള്ളം എല്ലാം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഒന്ന് തിളച്ച് വരട്ടെ. സാധാരണ തേങ്ങ അരച്ച കറി ഒരുപാട് അങ്ങ് തിളപ്പിക്കുന്നത് അത്ര നല്ലതല്ല, അതിൻ്റെ ആ ഒരു രുചിയൊക്കെ അങ്ങ് പോകും. അപ്പോൾ ഇങ്ങനെ തിള പൊട്ടി വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ആ പൊളിച്ച് വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുട്ടയൊന്ന് വരഞ്ഞിട്ടിട്ട് കൊടുക്കണം കേട്ടോ, എങ്കിലേ ആ ഒരു മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്കും കൂടി ആകത്തുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ മുട്ടക്കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് കൊടുക്കാം. ഇത് ഞാനൊരു സെർവിങ് ബൗളിലേക്കൊന്ന് മാറ്റുന്നുണ്ട്. നല്ല കട്ടിയുള്ള ഗ്രേവിയോട് കൂടി അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ല മുട്ടക്കറിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം, ഒത്തിരി ജോലിഭാരം ഒന്നുമില്ല. അപ്പം നിങ്ങൾ ഇങ്ങനൊരു മുട്ടക്കറി കുക്കറിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഗ്യാസും ലാഭിക്കാം നിങ്ങൾക്ക്, അതുപോലെ ടൈമും നമുക്ക് ലാഭിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് എന്താണെന്നറിയാമോ, നമ്മുടെ പാലപ്പം തന്നെയാണ്. അപ്പോൾ പാലപ്പം ചുടുമ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ട്, ഒന്ന് ചുട്ടാൽ ചൂടോടെ ഓരോന്നായിട്ട് ഞാനങ്ങ് കഴിച്ചു തുടങ്ങും. അപ്പോൾ ഈ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ പാലപ്പം 2 ഞാനിപ്പോൾ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് മുട്ടക്കറിയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ നമുക്ക് കഴിച്ച് കഴിഞ്ഞാൽ ആഹാ എന്താ ടേസ്റ്റ് എന്നറിയാമോ, എന്താ ഒരു ഫീലിങ്സ് എന്നറിയാമോ. അപ്പം നിങ്ങൾ ഇതുപോലെ കുക്കറിൽ മുട്ടക്കറി ഉണ്ടാക്കി പാലപ്പം ഉണ്ടാക്കി ഒന്ന് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ വളരെയധികം പ്രതീക്ഷിക്കുന്നു. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളും ഒപ്പം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കുകയും വേണം, അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.